തൃപ്പൂണിത്തുറയിൽ ഫ്ളാറ്റിൽ നിന്ന് ചാടി 15 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ റാഗിംഗ് സംബന്ധിച്ച അന്വേഷണത്തിൽ കേന്ദ്രീകരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. മരിച്ച മിഹിർ അഹമ്മദ് പഠിച്ചിരുന്ന സ്കൂളിലെ സഹപാഠികളിൽ നിന്ന് റാഗിങ്ങിന് ഇരയായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തമായ ഉത്തരമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തേടുന്നത്. മിഹിർ റാഗിങ്ങിനിരയായി എന്നാണ് മാതാവടക്കം ആവർത്തിക്കുന്നത്. ഇതിന് സാഹചര്യ തെളിവുകളും അവർ ഹാജരാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച എറണാകുളത്തെത്തിയ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ബന്ധപ്പെട്ടവരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. മിഹിറിന്റെ രക്ഷിതാക്കളും കുട്ടി റാഗിങ്ങിന് ഇരയായിട്ടുണ്ടെന്ന ആരോപണത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ വ്യക്തമായ അന്വേഷണത്തിലൂടെ സംഭവത്തിൽ നീതി ഉറപ്പാക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്. പ്രധാനമായും 3 കാര്യങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നത്. വിദ്യാർത്ഥി എന്ന നിലയിൽ മിഹിർ നേരിട്ട കാര്യങ്ങളും ഈ ദുരന്തത്തിൽ നിയമപ്രകാരം കുട്ടിയുടെ അവകാശങ്ങളുടെ ലംഘനമുണ്ടായിട്ടുണ്ടോ എന്നും പോക്സോ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. തിങ്കളാഴ്ച എറണാകുളത്തെത്തിയ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസിന് മുന്നിൽ മിഹിറിന്റെ മാതാവ് നൽകിയ മൊഴിയിൽ കുട്ടി പഠിച്ചിരുന്ന സ്കൂളുകൾക്ക് നേരെ ശക്തമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. മിഹിർ പഠിച്ചിരുന്ന തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെയും മുൻപ് പഠിച്ചിരുന്ന ജെംസ് അക്കാദമിക്കെതിരെയും രക്ഷിതാക്കൾ പരാതിപ്പെട്ടിട്ടുണ്ട്. മിഹിർ റാഗിങ്ങിനിരയായിട്ടുണ്ടെന്നും അതാണ് അവനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് മാതാവിന്റെ മൊഴി.